ഹായ് ഗായ്സ്, ഞാനും ഡാഡും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ കാവടി ഘോഷയാത്ര കാണാൻ വേണ്ടി അമ്മയുടെ കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് ഫൈനലി നമ്മുടെ കാവടി എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒട്ടകമാണ് വന്നത്. ഡാഡു ഫസ്റ്റ് ടൈമാണ് ഒട്ടകത്തിനെ കാണുന്നത്. അപ്പോഴേക്കും കടയിൽ ചേട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഡാഡുവിൻ്റെ നൃത്തം തുടങ്ങി. പാട്ട് കേട്ടപ്പോൾ അങ്ങനെ ഓരോന്നായി വഴിയെ വന്നു തുടങ്ങി. കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല പരിചയമുള്ളൊരു വ്യക്തി നടന്നു പോകുന്നു. ആ ബ്ലൂ ഷർട്ട് ഇട്ട് പോകുന്നത് എൻ്റെ സ്വന്തം അച്ഛനാണ്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സാധാരണ ഘോഷയാത്രകളെ അപേക്ഷിച്ച് കാവടി ഘോഷയാത്ര കുറച്ചുകൂടെ ഭംഗിയാണല്ലേ, നല്ല രസമാണല്ലോ. എന്തായാലും ഈ ഇടയ്ക്ക് കണ്ടയിൽ വെച്ച് നല്ലൊരു ഘോഷയാത്രയായിരുന്നു. പയ്യന്മാർക്ക് അറുപതികലായിരുന്നു. എന്തായാലും സൂപ്പറായിരുന്നു. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ അത്ര ഭംഗിയിലൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ടാണ് സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇതുവരെ കാണാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ പറവക്കാവടി എത്തി. ഇതിനല്ലേ പറവക്കാവടി എന്ന് പറയുന്നത്. എന്നാലും അതും അടിപൊളിയായിരുന്നു. കാണുന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു സംഭവമായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് അമ്മ അവിടെ നിന്ന് ഡാഡുവിന് ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നടന്നു. വീണ്ടും നമ്മൾ കാവടിയുടെ അടുത്തെത്തി. ഈ നൃത്തം ചെയ്യുന്നത് എൻ്റെ സ്വന്തം അച്ഛനാണ്. ഗായ്സ്, നമ്മൾ പണ്ടേ ഫാമിലിയുടെ വൈബാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം കൂടെ അവിടെ നിന്നു. ഇത് കാണാൻ സൂപ്പറായിരുന്നു ഇടാ, ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ. ഇനി ഘോഷയാത്ര അമ്പലത്തിൽ പോയി സമാപിക്കും. അമ്പലത്തിലോട്ട് ഇനിയും കുറേ ദൂരമുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. എൻ്റെ മുഖത്തെ ഈ മ്ലേച്ഛത എന്തിനാണെന്ന് ചോദിച്ചാൽ ആ വാങ്ങിക്കൊടുത്ത ബലൂൺ ഡാഡു അപ്പം തന്നെ പറത്തിക്കളഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ബുദ്ധി അവന് വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവനും കൂടെ നേരെ വിടെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.